നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കണ്ണൂരിൽ ലഹരി വിൽപ്പന സംഘത്തെ പിടികൂടി. പ്രതികളിൽ ഒരാൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആക്രമണത്തിൽ പോലീസുകാരന് പരിക്ക്. പിടിയിലായവരിൽ നിന്ന് കഞ്ചാവും ബ്രൗൺ ഷുഗറും കണ്ടെടുത്തു. കൂത്തുപറമ്പിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്ത സംഭവം പോലീസ് അന്വേഷണം തുടങ്ങി. രക്തക്കറിയുണ്ടോ എന്നറിയാൻ ആയുധങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കും. ആയുധങ്ങൾ 1 വർഷത്തിലേറെ പഴക്കമുള്ളതെന്ന് നിഗമനം. SFI കണ്ണൂർ മാർച്ചിലെ സംഘർഷം. 500ഓളം SFI പ്രവർത്തകർക്കെതിരെ കേസ്. അറസ്റ്റിലായ 15 പേർ റിമാൻഡിൽ. പ്രതികളെ കണ്ടെത്താൻ പോലീസ് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കും. കുറ്റ്യാട്ടൂർ ഗ്രാമം സമ്പൂർണ്ണ തപാൽ ഉപഭോക്തൃ ഗ്രാമമാകാൻ ഒരുങ്ങുന്നു. പ്രദേശത്തെ എല്ലാ വീടുകളിലും പോസ്റ്റ് ഓഫീസ്, SB അക്കൗണ്ടും ലൈഫ് ഇൻഷുറൻസ് പോളിസിയും. ഇതിനായുള്ള തപാൽ വകുപ്പിന്റെ ക്യാമ്പുകൾ പുരോഗമിക്കുന്നു. പദ്ധതി ലക്ഷ്യത്തിലെത്തിയാൽ കുറ്റ്യാട്ടൂർ സമ്പൂർണ്ണ തപാൽ ഗ്രാമമാകും. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ 3 അംഗ കഞ്ചാവ് വിൽപ്പന സംഘത്തെ പിടികൂടി. പ്രതികളിൽ ഒരാൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആക്രമണത്തിൽ സ്റ്റേഷനിൽ പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ അഖിലിന് പരിക്കേറ്റു. 750 ഗ്രാം കഞ്ചാവും 200 പൊതി ബ്രൗൺ ഷുഗറും സഹിതം ഇന്നലെ രാത്രിയാണ് ഇവരെ പിടികൂടിയത്. ഇന്നലെ രാത്രി ഇല്ലിക്കൽ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ച് മയക്കുമരുന്ന് വിൽപ്പനയ്ക്കിടെയാണ് ഒരു സംഘം ഷാഡോ പോലീസിന്റെ പിടിയിലായത്. കുർവ സ്വദേശി മുഹമ്മദ് ഷാൻ, വിജേഷ് താളിക്കാവ്, നിഖിൽ താളിക്കാവ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 1.5 ലക്ഷം രൂപ വില വരുന്ന 750 ഗ്രാം കഞ്ചാവും 200 പൊതി ബ്രൗൺ ഷുഗറും പിടിച്ചെടുത്തു. ഇതിൽ ജിജേഷ് മുമ്പ് കുഴൽപ്പണം തെറ്റിയ കേസിലെ പ്രതിയാണ്. സ്റ്റേഷനിലെത്തിച്ചതിനു ശേഷം മുഹമ്മദ് ഷാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്തുടർന്ന പോലീസ് സംഘം താവക്കര UP സ്കൂളിന് സമീപത്തു നിന്നും മുഹമ്മദ് ഷാനിനെ പിടികൂടുന്നതിനിടെ പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിക്കുകയായിരുന്നു. കമ്പി കൊണ്ട് അടിയേറ്റ പോലീസുകാരന് കാലിനും കൈക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. പ്രതികളെ വടകര നാർക്കോട്ടിക് കോടതിയിൽ ഹാജരാക്കി. ട്രെയിനുകളിൽ കവർച്ച നടത്തുന്ന യുവാവ് കണ്ണൂരിൽ പിടിയിൽ. കാസർഗോഡ് സ്വദേശി റഫീഖിനെയാണ് റെയിൽവേ പോലീസ് ഇന്ന് പുലർച്ചെ 2:30 പ്ലാറ്റ്ഫോമിൽ നിന്നും പിടികൂടിയത്. റഫീഖിന്റെ കയ്യിൽ 2 മൊബൈൽ ഫോണുകളും 3000-ഓളം രൂപയും ഉണ്ടായിരുന്നു. തിരൂരിനും മംഗലാപുരത്തിനുമിടയിൽ ട്രെയിനിൽ നടത്തിവന്ന നിരവധി കവർച്ചകളിൽ ഇയാൾക്ക് പങ്കുണ്ട്. കൂത്തുപറമ്പിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവം പോലീസ് അന്വേഷണം തുടങ്ങി. ആയുധങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കും. റെയ്ഡിനിടെ കിഴക്കേ കതിരൂരിൽ വെച്ചാണ് വാളുകൾ അടക്കമുള്ള ആയുധങ്ങൾ കണ്ടെത്തിയത്. ദേശീയപാതക്കരികിൽ 3 ആഴ്ച മുമ്പ് വീണ ആൽമരം ഇതുവരെ നീക്കം ചെയ്തില്ല. മേലെ ചൊവ്വയിലാണ് ആൽമരം കടപുഴകിയത്. മരം റോഡിൽ തന്നെ കിടക്കുന്നതിനാൽ കച്ചവട സ്ഥാപനങ്ങളും കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. 3 ആഴ്ചയായി ഈ ആൽമരം കടപുഴകി വീണിട്ട്, അതും മേലെ ചൊവ്വ ദേശീയപാതക്കരികിൽ. കനത്ത മഴയിൽ സമീപത്തെ ദിശാസൂചിക ബോർഡടക്കമാണ് വീണത്. റോഡിന്റെ ഒരു ഭാഗവും തകർന്നിട്ടുണ്ട്. വൈദ്യുതി കമ്പികൾക്ക് മുകളിൽ വീണതിനാൽ വൈദ്യുതി ബന്ധവും താറുമാറായിരുന്നു. വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനിടയിൽ KSEB ജീവനക്കാർ മരച്ചില്ലകൾ മുറിച്ചു മാറ്റി. ശേഷിച്ചവ ഇപ്പോഴും റോഡരികിൽ തന്നെ. ഇത് കാൽനട യാത്രക്കാരെയും കച്ചവട സ്ഥാപനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. റോഡിനടിയിലൂടെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ പോകുന്നതിനാൽ കുഴിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് ബോർഡുകൾ കേബിൾ അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ടും മരം നീക്കം ചെയ്യാൻ ഒരു നടപടിയുമായില്ല. ഹൈവേ അധികൃതരും നഗരസഭാ അധികൃതരും പരസ്പരം പഴിചാരി ഒഴിഞ്ഞു മാറുകയാണ്. ആരും തന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം മുനിസിപ്പൽ കൗൺസിലറോട് പറഞ്ഞു, ഡിപ്പാർട്ട്മെന്റിൽ അവരോട് ചോദിക്കുമ്പോൾ അവരെ PWD നോക്കണ്ടതെന്ന് പറഞ്ഞു. PWD വിളിക്കുമ്പോൾ അവർ പറയണം NHന്റെ ഇതിലാണെന്ന്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ ആരും തന്നെ ഇത് നോക്കിയിട്ടില്ല. അത് അങ്ങനെ യാതൊരു മുറിച്ചു മാറ്റാതെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപകട ഭീഷണിയിലായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ നെട്ടോട്ടമോടുന്ന അധികൃതർ കടപുഴകി വീണ ആൽമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? കണ്ണൂർ നഗരസഭ നഗരത്തിൽ സ്ഥാപിച്ച ഈ ടോയ്ലറ്റുകൾ ശോച്യാവസ്ഥയിൽ. ചില ടോയ്ലറ്റിന്റെ ടാങ്കുകൾ ചോർന്നൊലിക്കുന്നു. കറണ്ട് പോയാൽ ടോയ്ലറ്റിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയാത്ത അവസ്ഥയും ആവശ്യക്കാരെ കുഴയ്ക്കുകയാണ്. കണ്ണൂർ നഗരത്തിലെത്തുന്നവർ ഒരു കാരണവശാലും പ്രയാസപ്പെടരുതെന്ന ആത്മാർത്ഥമായ വിചാരങ്ങളാണ് നഗരസഭയുടേത്. ഇതിന്റെ ഭാഗമായാണ് നഗരത്തിൽ പലയിടത്തും 1 രൂപ കോയിൻ ഉപയോഗിച്ച് കാര്യം സാധിക്കാൻ പറ്റുന്ന ഈ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചതും. തുറന്നുകൊടുത്തതു മുതൽ നഗരസഭയെ പഴികേൽപ്പിക്കാൻ ഈ ടോയ്ലറ്റുകൾ മത്സരിച്ചിട്ടുണ്ട്. പീതാംബര പാർക്കിലേത് പ്രവർത്തിക്കുമ്പോൾ കലക്ടറേറ്റിലേതിന്റെ പ്രവർത്തനം നിലയ്ക്കും. ഇതു രണ്ടും പ്രവർത്തിക്കുന്ന ദിവസങ്ങളിൽ ജില്ലാ ബാങ്കിനു സമീപത്തേതിന്റെ കാര്യം പറയാനുണ്ടാവില്ല. കഴിഞ്ഞ 3 ദിവസത്തെ ഈ ടോയ്ലറ്റിന്റെ കാഴ്ച ഇങ്ങനെയാണ്. ജില്ലാ ബാങ്കിനു മുൻവശത്തെ ഈ ടോയ്ലറ്റിന്റെ വാട്ടർ ടാങ്ക് ചോർന്നൊലിക്കുകയാണ്. എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. ഇറങ്ങിയിട്ട് കയറിയപാട് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. ഒന്നും അറിയില്ല അതിനെപ്പറ്റി. സാധിക്കാൻ വേണ്ടി അതിൽ കയറി ഇറങ്ങിയിട്ട് ആൾ തിരിഞ്ഞ് കളിച്ചിട്ട് ഇറങ്ങും. ഒന്നും അറിയില്ല അതിനെപ്പറ്റി. അപ്പോൾ എൻ്റെ അടുത്ത് എത്ര ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കൂട്ടിക്കൊണ്ടേ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ച ലൈറ്റ് കത്തും. അപ്പോൾ നിങ്ങൾ തുറന്നാൽ മതി എന്ന്. പിന്നെ ഒരിക്കൽ ഒരാളതിൻ്റെ അത് കയറിയിട്ട് കറണ്ട് പോയി.
അതുകൊണ്ട് കുടുങ്ങിപ്പോയി. പിന്നെ പെട്ടെന്ന് കറണ്ട് വന്നു, രക്ഷപ്പെട്ടു. ചിലപ്പോൾ അകത്തുകയറി കാര്യം സാധിച്ച് വെള്ളമൊഴിക്കാൻ നോക്കുമ്പോഴായിരിക്കും കടലാസ് എടുക്കാമായിരുന്നുവെന്ന് തോന്നിക്കുന്ന അവസ്ഥയുണ്ടാവുന്നത്. എന്തായാലും പേടിച്ച് ആരും ഇത് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ നഗരസഭയോടാണ് പറയേണ്ടത് എന്നതിനാൽ ആരും മിനക്കെട്ടിറങ്ങുന്നില്ല. തിരക്ക് നഗരസഭയ്ക്ക് മാത്രമല്ലല്ലോ. കണ്ണൂർ കളക്ടറേറ്റ് മാർച്ചിലെ സംഘർഷം. SFI ജില്ലാ പ്രസിഡന്റ് അടക്കം 15 പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. ഇന്നലെ നടന്ന SFI മാർച്ചിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കും നിരവധി വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിരുന്നു. SFI കളക്ടറേറ്റ് മാർച്ചിനിടെ പോലീസിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് SFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, PK റമീസ്, ആദർശ് പിണറായി, ബിജേഷ്, ജിതിൻ പയ്യന്നൂർ, PV റഹീൻ രാജ്, T അഖിൽ, കിരൺ പാനൂർ, T ജിജു, പ്രജീഷ് ബാബു, പ്രണവ്, ജിഷ്ണു പാനൂർ, മനുരാജ്, വിജേഷ്, അഖിൽ എന്നിവരെയാണ് ജുഡീഷ്യൽ 1ാം ക്ലാസ് കോടതി റിമാൻഡ് ചെയ്തത്. മാർച്ചിനിടെ പരിക്കേറ്റ 2 SFI പ്രവർത്തകരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. പോലീസിനെ ആക്രമിച്ച കേസിൽ മറ്റ് പ്രവർത്തകരെ കണ്ടെത്താൻ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോയും പോലീസ് പരിശോധിക്കും. ഇടവേളക്കുമ്പേ പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കണ്ണൂരിൽ ലഹരി വിൽപ്പന സംഘത്തെ പിടികൂടി. പ്രതികളിൽ ഒരാൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആക്രമണത്തിൽ പോലീസുകാരന് പരിക്ക്. പിടിയിലായവരിൽ നിന്ന് കഞ്ചാവും ബ്രൗൺ ഷുഗറും കണ്ടെടുത്തു. കൂത്തുപറമ്പിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്ത സംഭവം. പോലീസ് അന്വേഷണം തുടങ്ങി. രക്തക്കറിയുണ്ടോ എന്നറിയാൻ ആയുധങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കും. ആയുധങ്ങൾ 1 വർഷത്തിലേറെ പഴക്കമുള്ളതെന്ന് നിഗമനം. SFI കണ്ണൂർ മാർച്ചിലെ സംഘർഷം. 500ഓളം SFI പ്രവർത്തകർക്കെതിരെ കേസ്. അറസ്റ്റിലായ 15 പേർ റിമാൻഡിൽ. പ്രതികളെ കണ്ടെത്താൻ പോലീസ് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കും. കുറ്റ്യാട്ടൂർ ഗ്രാമം സമ്പൂർണ്ണ തപാൽ ഉപഭോക്തൃ ഗ്രാമമാകാൻ ഒരുങ്ങുന്നു. പ്രദേശത്തെ എല്ലാ വീടുകളിലും പോസ്റ്റ് ഓഫീസ്, SB അക്കൗണ്ടും ലൈഫ് ഇൻഷുറൻസ് പോളിസിയും. ഇതിനായുള്ള തപാൽ വകുപ്പിന്റെ ക്യാമ്പുകൾ പുരോഗമിക്കുന്നു. പദ്ധതി ലക്ഷ്യത്തിലെത്തിയാൽ കുറ്റ്യാട്ടൂർ സമ്പൂർണ്ണ തപാൽ ഗ്രാമമാകും. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. Besto Bags, Indica Plaza, Rajiv Gandhi Road, Kannur. Gemino International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. Bank and Bank, Wholesale and Retail, Rajiv Gandhi Road near Jaspal Corner, Kannur. ഉന്നത വിജയത്തിന് ഇനി ആശങ്കകളില്ല. നളന്ദ കോളേജ്, ഏച്ചൂർ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. Honest Bilmart, a smart selection. VKX Complex, NH Road, Chuva, Kannur. വാർത്തകൾ തുടരുന്നു. ഭൂരഹിതർക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഭൂരഹിതരും ഭവനരഹിതരും കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഭൂരഹിതർക്ക് ഭൂമി നൽകുക, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ പ്രാവർത്തികമാക്കിയ ഭൂപരിഷ്കരണ നിയമങ്ങളും കർഷക ബന്ധ ബില്ലുകളും ചരിത്രത്തിൽ ഇടം നേടിയവയായിരുന്നുവെന്ന് M പ്രകാശൻ പറഞ്ഞു. മഹാഭൂരിപക്ഷം ആളുകൾക്കും ഭൂമിയില്ലാത്ത ഒരു സ്ഥലത്ത് എല്ലാവർക്കും ഭൂമി നൽകുക എന്ന മുദ്രാവാക്യം സാമാന്യഗതിയിൽ എളുപ്പത്തെ പ്രായോഗികമല്ല. ഇന്ത്യ രാജ്യത്തുള്ള ഭൂരഹിതരായിട്ടുള്ള ആളുകളെ എണ്ണം പരിശോധിക്കുമ്പോൾ അത് കുറയുകയല്ല, കൂടുകയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു 2000-ലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യ രാജ്യത്താകെ ഭൂരഹിതരായിട്ടുള്ള ആളുകളുടെ എണ്ണം 22 ലക്ഷമാണ്. ജില്ലാ പ്രസിഡന്റ് K കുഞ്ഞപ്പ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി V നാരായണൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റ്യാട്ടൂർ ഗ്രാമം സമ്പൂർണ്ണ തപാൽ ഉപഭോക്തൃ ഗ്രാമമാകാൻ ഒരുങ്ങുന്നു. പ്രധാനമന്ത്രിയുടെ സംസദ് ആദർശ് ഗ്രാമ യോജനയിൽപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തപാൽ വകുപ്പ് ഇതിനായി നടത്തുന്ന ക്യാമ്പുകൾ പുരോഗമിച്ചു വരികയാണ്. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ 5939 കുടുംബങ്ങളാണ് ഉള്ളത്. ഇതിൽ 3210 കുടുംബങ്ങൾ പദ്ധതിയിൽ അംഗങ്ങളായി. പ്രദേശത്തെ എല്ലാ വീടുകളിലും ചുരുങ്ങിയത് ഒരു പോസ്റ്റ് ഓഫീസ്, സേവിംഗ് ബാങ്ക് അക്കൗണ്ടും ഒരു ഗ്രാമീണ തപാൽ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുമാണ് ലക്ഷ്യമിടുന്നത്. കുറ്റ്യാട്ടൂർ, പാവന്നൂർ മൊട്ട, ചട്ടുകപ്പാറ എന്നീ പോസ്റ്റ് ഓഫീസുകൾ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതി വിജയകരമായാൽ കുറ്റ്യാട്ടൂർ സമ്പൂർണ്ണ തപാൽ ഗ്രാമമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് C സുജാത പറഞ്ഞു. മുഴുവൻ വീടുകളിലും സമ്പാദ്യശീലം വളർത്തുന്നതിൻ്റെ ഭാഗമായി അക്കൗണ്ട് ആരംഭിച്ചുകൊണ്ട് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്.
പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ തന്നെ അതിന് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ഓരോ വീടുകളും കയറിയിറങ്ങി അക്കൗണ്ട് ആരംഭിക്കുകയാണ്. പഞ്ചായത്തിൽ കുറ്റ്യാട്ടൂർ തപാൽ ഓഫീസിനു കീഴിൽ 1060 അക്കൗണ്ടും പാവന്നൂർ മെട്ട തപാൽ ഓഫീസിനു കീഴിൽ 896 അക്കൗണ്ടും ആരംഭിച്ചു കഴിഞ്ഞു. കളക്ടറുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുക. കണ്ണൂർ ഡിവിഷണൽ സൂപ്രണ്ടിനാണ് പ്രവർത്തനങ്ങളുടെ ചുമതല. 50 രൂപയിൽ തുടങ്ങുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ആണ് കൂടുതൽ പേരും അംഗങ്ങളായത്. കൂടാതെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലും നിരവധി പേർ ചേർന്നു. തപാൽ വകുപ്പ് ജീവനക്കാരുടെ മേൽനോട്ടത്തിലാണ് ക്യാമ്പുകൾ. ആധാർ കാർഡോ മറ്റ് തിരിച്ചറിയൽ രേഖകളോ ആണ് അക്കൗണ്ടിനായി സമർപ്പിക്കേണ്ടത്. ജൂൺ അവസാനത്തോടെ പദ്ധതി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും മുഴുവൻ പേരെയും ഉൾപ്പെടുത്താനായില്ല. പദ്ധതി യാഥാർത്ഥ്യമായാൽ കുറ്റ്യാട്ടൂർ സമ്പൂർണ്ണ തപാൽ ഉപഭോക്തൃ ഗ്രാമമായി മാറും. LICയെ തകർക്കാനുള്ള നീക്കമാണ് ഭരണതലത്തിൽ നടക്കുന്നതെന്ന് PK ശ്രീമതി MP. കണ്ണൂരിൽ LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഇന്ത്യ വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് LIC. രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെ സജീവമായി നിലനിർത്തുന്നതിൽ LICയുടെ പങ്ക് വളരെ വലുതാണ്. LIC സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ സ്ഥാപനത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ഇത് തടയേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണെന്നും PK ശ്രീമതി MP പറഞ്ഞു. LICയെ സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ല, LICയെ തകർക്കാൻ അനുവദിക്കില്ല, LICയെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കകത്ത് ഉയർന്നു വന്ന വലിയ പ്രക്ഷോഭവും പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഉപജീവനാർത്ഥം എന്ന് തന്നെ നമ്മൾ പറയാം. ഉപജീവനം തന്നെയാണ്, ഒരു മാർഗം തന്നെയാണ്, തൊഴിലായിട്ടാണ്. ഒരു തൊഴിൽ എന്നുള്ള നിലയിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരും LIC ഓർഗനൈസേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം വസന്ത രാഘവൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി MK മോഹനൻ, സൽമബായി, K ആശ, AP സാവിത്രി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കണ്ണൂർ പത്രങ്ങളിലൂടെ. മഴ പെയ്തതോടെ കണ്ണൂർ നഗരത്തിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞത് മാതൃഭൂമി വാർത്തയാക്കി. ഇതോടെ റോഡിലൂടെയുള്ള യാത്ര അപകടവും ദുരിതവുമായിരിക്കുകയാണ്. കരുതൽ ധന നിക്ഷേപത്തിന്റെ പേരിൽ ഓൺലൈനായി ബില്ലടയ്ക്കുന്ന ഉപഭോക്താക്കളെ KSEB വെട്ടിലാക്കുന്നത് മനോരമ പറയുന്നു. കരുതൽ നിക്ഷേപ തുകയിൽ ബാക്കി വരുന്ന സംഖ്യ അടക്കാൻ ഓൺലൈൻ സംവിധാനം വഴി സാധിക്കാത്തതാണ് പ്രശ്നമാവുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പായി പുതിയ റേഷൻ കാർഡ് വിതരണം ചെയ്യാൻ തിരക്കിട്ട നീക്കം നടക്കുന്നത് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. സ്മാർട്ട് കാർഡുകൾക്ക് പകരം തൽക്കാലം പേപ്പർ കാർഡുകൾ തന്നെയാണ് നൽകുക. പരിസ്ഥിതി ദുർബല പ്രദേശത്തെ ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധമുയരുന്നത് ചന്ദ്രികയിൽ വാർത്തയായി. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ കുപ്പോൾ കടക്കുന്ന് തട്ടിലാണ് ടവർ നിർമ്മിക്കുന്നത്. അധികാര വികേന്ദ്രീകരണം പിന്നിട്ട 20 വർഷങ്ങൾ. ഡോക്യുമെന്റേഷൻ പരിശീലന ശില്പശാല സമാപനമായി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് JD P രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV സജീവൻ, സെക്രട്ടറി CK ശ്രീജിത്ത്, C മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. 4 ഘട്ടങ്ങളിലായാണ് പരിശീലനം നൽകിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് K അശോകൻ ഉദ്ഘാടനം ചെയ്തു. സേവന നികുതി സർക്കാർ അടക്കണമെന്നാവശ്യപ്പെട്ട് ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ജൂലൈ 6 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുകയാണ്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സംരക്ഷണ സമിതി മാർച്ച് നടത്തിയത്. അനുദിനമെന്നോണം ആൾക്കാർ ഈ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മുടെ കാർഷിക മേഖലയിലുള്ള തകർച്ച, പരമ്പരാഗതമായിട്ടുള്ള വ്യവസായങ്ങൾ ബീഡി, നെയ്ത്ത്, കൈത്തറി, കശുവണ്ടി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഉണ്ടായിട്ടുള്ള തൊഴിൽ മാന്ദ്യം, വിദേശ നമ്മുടെ ലോകത്തിന് പിടിവെച്ചിട്ടുള്ള സാമ്പത്തിക മാന്ദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. INTUC നേതാവ് ജിൻസ് മാത്യു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ CP രവീന്ദ്രൻ, T നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ നെയ്ത്തുകാരുടെ കൈത്തറി വസ്ത്ര കരകൗശല പ്രദർശനം ശ്രദ്ധേയമാവുന്നു. മഹാത്മാ മന്ദിരത്തിലാണ് വ്യൂവേഴ്സ് ഓഫ് ഇന്ത്യ വിൽപ്പനമേള നടക്കുന്നത്.
ബീഹാർ, ആസാം, ആന്ധ്രാപ്രദേശ്, ഹരിയാന, ഒറീസ, പഞ്ചാബ് തുടങ്ങി 20 സംസ്ഥാനങ്ങളിലെ നെയ്ത്തുകാരുടെ കൈത്തറി വസ്ത്രങ്ങളാണ് മേളയിലുള്ളത്. അസം ഹാൻഡ്ലൂം, സിൽക്ക് സാരി, ബീഹാർ തസർ, ചന്ദേരി കോട്ടൺ, മണിപ്പൂരി സാരി, കാശ്മീർ ഷോൾ എന്നിവയാണ് മേളയിലെ മുഖ്യ ആകർഷണം. പാരമ്പര്യ രീതിയിലുള്ള സാരികൾ, ചുരിദാറുകൾ, കുർത്തകൾ, ബെഡ്ഷീറ്റുകൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങിയവയുടെ വ്യത്യസ്ത ശേഖരവുമുണ്ട്. രാജസ്ഥാൻ രത്നവും ഹൈദരാബാദ് പേളുകളും മേളയെ ശ്രദ്ധേയമാക്കുന്നു. വീവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ബാനറിൽ ഇവിടെ കണ്ണൂർ മഹാത്മാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മഹാത്മാ മന്ദിർ ഹാളിൽ നടക്കുന്ന ഈ പ്രോഗ്രാം 4-ാം തീയതി തുടങ്ങിയതാണ്. എല്ലാവരും 20% ഡിസ്കൗണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്നത്. പൊതുവെ പിക്കപ്പ് ചെയ്ത് വരുന്നു. അത്രേ ഉള്ളൂ. 300 രൂപ മുതൽ 5000 വരെയാണ് വസ്ത്രങ്ങളുടെ വില. ഹാൻഡ്ലൂം തുണിത്തരങ്ങൾക്ക് 20%, കരകൗശല വസ്തുക്കൾക്ക് 10% സർക്കാർ റിബേറ്റ് ഉണ്ട്. ഇടനിലക്കാരെ ഒഴിവാക്കി ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണിയിലെത്തിക്കുകയാണ് ലക്ഷ്യം. രാവിലെ 10 മുതൽ 8 വരെ നടക്കുന്ന മേള 16-ന് സമാപിക്കും. കേരള ഗ്രാമീൺ ബാങ്ക് 2ാം വാർഷികാഘോഷവും കർഷകരെ ആദരിക്കലും ചക്കരക്കല്ലിൽ നടന്നു. ഹോട്ടൽ ബ്രദേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഞ്ചരക്കണ്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് കെ ജയരാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചക്കരക്കൽ ശാഖാ മാനേജർ വി ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം മുസ്തഫ, വി ശ്രീലത, ടി സുരേന്ദ്രൻ, ഫാമേഴ്സ് ക്ലബ് കൺവീനർ ബി കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ ബാങ്കുകളുടെ ഇടപെടൽ മാതൃകാപരമെന്ന് കെ ജയരാജൻ പറഞ്ഞു. സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകൾ തൊട്ട് ഏറ്റവും ഉന്നതരായിട്ടുള്ള വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പോലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാങ്കുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ കണ്ണൂർ കിംസ് ഹോസ്പിറ്റൽ റേഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. പി ശ്രീമതി എം പി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ രവീന്ദ്രൻ നേരാമ്പള്ളി അധ്യക്ഷത വഹിച്ചു. കിംസ് ഹോസ്പിറ്റൽ MD കെ പ്രമോദ്, ഡയറക്ടർ നജീബ് തുരുത്തിയാൻ, അഡ്മിനിസ്ട്രേറ്റർ N രാധാകൃഷ്ണൻ, ഡോക്ടർമാരായ M വിനോദ് കുമാർ, അനിത KT, C പ്രദീപൻ, അബ്ദുൽ വഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു. ഏതെങ്കിലും ഒരു എല്ലാ സ്പെഷ്യാലിറ്റിയും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി നമുക്കിവിടെ തുടങ്ങാൻ പറ്റുമോ? അതിനുള്ള എക്യുപ്മെന്റ്സ്, അതിനുള്ള സംവിധാനം, അതിനുള്ള മറ്റു കാര്യങ്ങൾ, അതിനുള്ള സ്റ്റാഫ് എല്ലാം ഉണ്ടോ എന്നുള്ളത് നോക്കി. ഇപ്പൊ ന്യൂറോളജിസ്റ്റും ന്യൂറോ സർജറിയും തമ്മിൽ വ്യത്യാസം. സുദിനം പത്രാധിപർ മനിയേരി മാധവന്റെ പേരിലുള്ള പുരസ്കാരങ്ങൾ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കും ഡോക്ടർ D സുരേന്ദ്രനാഥിനും നൽകും. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. പുരസ്കാര വിതരണവും മനിയേരി മാധവൻ അനുസ്മരണ സമ്മേളനവും ശനിയാഴ്ച 11 മണിക്ക് ചേംബർ ഹാളിൽ നടക്കും. MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്യും. യാത്രാ വിവരണ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കും മനുഷ്യാവകാശ രംഗത്തെ സേവനങ്ങൾക്ക് ഡോക്ടർ D സുരേന്ദ്രനാഥിനുമാണ് പുരസ്കാരം. ആക്റ്റീവ് എയ്ഡ് ഫൗണ്ടേഷൻ എന്ന ജീവകാരുണ്യ സംഘടനയുടെ ഉദ്ഘാടനം PK ശ്രീമതി MP നിർവഹിക്കും. ചടങ്ങിന്റെ ഭാഗമായി മാധ്യമ വിചാരണയും പൊതുപ്രവർത്തനത്തിന്റെ ഭാവിയും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകരായ സെബാസ്റ്റ്യൻ പോൾ, MV നികേഷ് കുമാർ എന്നിവർ സംസാരിക്കും. അനുസ്മരണ പ്രഭാഷണം KPCC ജനറൽ സെക്രട്ടറി P രാമകൃഷ്ണൻ നടത്തും. ട്രോമാ കെയർ കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അമാനി ഓഡിറ്റോറിയത്തിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ ജില്ലാ കളക്ടർ P ബാലകിരൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ട്രോമാ കെയർ കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ അമാനി ഓഡിറ്റോറിയത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ ജില്ലാ കളക്ടർ P ബാലകിരൺ മുഖ്യാതിഥിയായി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ V സാജു, ജില്ലാ വിമൻസ് വെൽഫെയർ ഓഫീസർ PM സൂര്യ, പ്രോഗ്രാം കോർഡിനേറ്റർ ബുഷറ തുടങ്ങിയവർ പങ്കെടുത്തു. ട്രോമാ കെയർ ട്രെയിനർ ഖാലിദ് അബൂബക്കർ, ഡോക്ടർമാരായ അബൂബക്കർ, സന്തോഷ്, സുൽഫിക്കർ, സബി വർഗീസ്, രജിത് രാജു, KP ഷിജു തുടങ്ങിയവരും സംബന്ധിച്ചു. യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് പാതയോരത്തെ തണൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് എന്നാരോപിച്ച് ജില്ലാ പരിസ്ഥിതി സമിതി ഉപവാസ സമരം സംഘടിപ്പിച്ചു. ജില്ലാ പരിസ്ഥിതി സെക്രട്ടറി ഭാസ്കരൻ വെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വിനോദൻ പയ്യട, ആശാ ഹരി, KP ചന്ദ്രാംഗതൻ, വസന്ത PK, KP രഘുനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബുദ്ധിയില്ലാത്ത മഹാമണ്ഡന്മാരാണെന്ന് എല്ലാ മന്ത്രിമാരും MLA-മാരും അവരെ ഉദ്ദേശിക്കുന്നവർ രാഷ്ട്രീയക്കാരും കൃത്യമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിഡ്ഢികളാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളെല്ലാം ഇങ്ങനെ 5 വർഷം കൊണ്ട് 5 വർഷത്തേക്ക് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബൊമ്മകളാണ്, വെറും കല്ലിന്റെ ബിംബങ്ങളാണ്. അറിയിപ്പുകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് ML ജോസഫ് ഫ്രാൻസിസ് 13-ന് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ നിലവിൽ NSS യൂണിറ്റുകൾ ഇല്ലാത്ത ഗവൺമെന്റ് എയ്ഡഡ്, അൺഎയ്ഡഡ് കോളേജുകളിലും സർവകലാശാല ക്യാമ്പസുകളിലും NSS യൂണിറ്റ് തുടങ്ങുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂലൈ 14.
ഹയർ സെക്കൻഡറി സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. www.keralaresult.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഫലം ലഭിക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പാലയാട് ക്യാമ്പസിൽ ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി വകുപ്പിൽ MSc ബയോടെക്നോളജി, MSc മൈക്രോബയോളജി കോഴ്സുകളിലേക്ക് ഈ വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് ആയുഷ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ഘടകം ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികൾക്കായി കാർട്ടൂൺ മത്സരം സംഘടിപ്പിക്കുന്നു. ജൂലൈ 18-നകം A3 പേപ്പർ സൈസിൽ കളർ സ്കെച്ച്, മാർക്കർ, പെൻസിൽ കൊണ്ട് വരഞ്ഞ ചിത്രം ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സാക്ഷ്യപ്പെടുത്തി തൊട്ടടുത്ത NHM ഹോമിയോ ഡിസ്പെൻസറിയിലോ താഴെയുള്ള ഫോൺ നമ്പർ വിലാസത്തിലോ അയക്കുവാൻ താൽപര്യപ്പെടുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Diamonds from Bima. കണ്ണൂരിൽ ലഹരി വിൽപ്പന സംഘത്തെ പിടികൂടി. പ്രതികളിൽ ഒരാൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആക്രമണത്തിൽ പോലീസുകാരന് പരിക്ക്. പിടിയിലായവരിൽ നിന്ന് കഞ്ചാവും ബ്രൗൺ ഷുഗറും കണ്ടെടുത്തു. കൂത്തുപറമ്പിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്ത സംഭവം പോലീസ് അന്വേഷണം തുടങ്ങി. രക്തക്കറിയുണ്ടോ എന്നറിയാൻ ആയുധങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കും. ആയുധങ്ങൾ 1 വർഷത്തിലേറെ പഴക്കമുള്ളതെന്ന് നിഗമനം. SFI കണ്ണൂർ മാർച്ചിലെ സംഘർഷം. 500ഓളം SFI പ്രവർത്തകർക്കെതിരെ കേസ്. അറസ്റ്റിലായ 15 പേർ റിമാൻഡിൽ. പ്രതികളെ കണ്ടെത്താൻ പോലീസ് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കും. കുറ്റ്യാട്ടൂർ ഗ്രാമം സമ്പൂർണ്ണ തപാൽ ഉപഭോക്തൃ ഗ്രാമമാകാൻ ഒരുങ്ങുന്നു. പ്രദേശത്തെ എല്ലാ വീടുകളിലും പോസ്റ്റ് ഓഫീസ്, SB അക്കൗണ്ടും ലൈഫ് ഇൻഷുറൻസ് പോളിസിയും. ഇതിനായുള്ള തപാൽ വകുപ്പിന്റെ ക്യാമ്പുകൾ പുരോഗമിക്കുന്നു. പദ്ധതി ലക്ഷ്യത്തിലെത്തിയാൽ കുറ്റ്യാട്ടൂർ സമ്പൂർണ്ണ തപാൽ ഗ്രാമമാകും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.